നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വായനയുടെ വസന്തമൊരുക്കി ഡിസംബർ ബുക്സ് പുസ്തകോത്സവം. അക്ഷരങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങിയ ഒരു തലമുറയെ വായനയിലേക്ക് തിരിച്ചെത്തിച്ച എഴുത്തുകാരുടെ പ്രതിനിധിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KR മീര. പുലിപ്പേടിയിൽ കഴിഞ്ഞ കാനായി നിവാസികൾക്ക് ആശ്വാസം. കണ്ടത് കാട്ടുപൂച്ചയെന്ന് ഫോറസ്റ്റ് അധികൃതരുടെ സ്ഥിരീകരണം. സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണമേളയ്ക്ക് തുടക്കമായി. നീലേശ്വരം ബ്ലോക്ക് ക്ഷീരസംഗമം ഓലാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അക്ഷരങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങിയ ഒരു തലമുറയെ വായനയിലേക്ക് തിരിച്ചെത്തിച്ച എഴുത്തുകാരുടെ പ്രതിനിധിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് KR മീര. ഡിസംബർ ബുക്സിന്റെ 13ാമത് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആരാച്ചാരുടെയും ആവേമരിയുടെയും കഥാകാരി. വായന മരിക്കുന്നൊരു സമൂഹത്തിൽ സർഗാത്മകമായ ഒന്നും മുളപൊട്ടില്ല. ഫിക്ഷനെ ഇഷ്ടപ്പെടാത്തൊരു സമൂഹത്തെ നമ്മൾ ഭയപ്പെടണം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും സ്വപ്നങ്ങളെയും ചേർത്തു കുഴച്ചാണ് ഫിക്ഷനുകൾ ഒരുക്കുന്നത്. ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ പുലർത്താത്ത ജനസമൂഹത്തിന് മാത്രമേ ഫിക്ഷനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയൂ. പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KR മീര പറഞ്ഞു. നമ്മുടെ പ്രകൃതിയെ ഒരു ഭാഷ മരിക്കുമ്പോൾ വസന്തം നമുക്ക് നഷ്ടപ്പെടുന്ന നാട്ടറിവുകളുടെ ഒരു വലിയ ഖനിയുണ്ട്. അതുകൊണ്ട് ഭാഷയെ സ്നേഹിക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ അതിജീവനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഉപജീവനത്തിന് ഒരുപക്ഷെ നമ്മുടെ ഭാഷ ഉപയോഗിക്കില്ലായിരിക്കാം, പക്ഷെ അതിജീവനത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ റീജിയണൽ ലാംഗ്വേജിലും അവരൊക്കെ സ്നേഹിച്ചേ പറ്റും. ആ കുട്ടി എനിക്ക് എഴുതി 98 അല്ലെങ്കിൽ 99% മാർക്ക് വാങ്ങി +2 പാസ്സായ ഒരു കുട്ടിയാണ് ഞാൻ. മലയാളത്തിന് 98% മാർക്കുണ്ടായിരുന്നു. ശാസ്ത്ര വിഷയങ്ങൾക്ക് പ്രവേശനം കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും ഞാൻ മലയാളം പഠിക്കാനാണ് തീരുമാനിച്ചത്. സാഹിത്യത്തിൻ്റെ പേരിൽ എത്തിച്ചേർന്ന ഈ വലിയ ജനക്കൂട്ടം വായന മരിക്കില്ല എന്നതിൻ്റെ ആഹ്ലാദകരമായ സാക്ഷ്യമാണെന്നും മീര കൂട്ടിച്ചേർത്തു. കരിവള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P. അപ്പക്കുട്ടൻ, അർഷാദ് ബത്തേരി, ഗിരീഷ് മക്രേരി എന്നിവർ വിവിധ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. S. ജ്യോതി, രാഘവൻ കടന്നപ്പള്ളി, മധു ഒറിജിൻ, VM ഉമ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. AV ബാബു, ആർഷ പുരുഷോത്തമൻ എന്നിവർ കവിതകൾ ആലപിച്ചു. ജയദേവൻ കരിവള്ളൂരാണ് അതിഥികളെയും സദസ്യരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തത്. കാനായി ഉണ്ണിമുക്ക് പ്രദേശത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. ഫോറസ്റ്റ് അധികൃതരെത്തി പരിശോധന നടത്തി കാട്ടുപൂച്ചയെന്ന് സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പ്രദേശത്തെ 2 പേർ പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നത്. കോറോം ഉണ്ണിമുക്ക് തോട്ടംകടവ് റോഡിനു 50 മീറ്റർ അകലെയാണ് പരിസരവാസികൾ പുലിയെ കണ്ടതായി പറയുന്നത്. കുന്നിനു മുകളിലെ ചരൽ റോഡിൽ ഇറങ്ങി വരുന്നത് സമീപത്തെ അരയമ്പത്ത് ദാമോദരനാണ് ആദ്യം കണ്ടത്. തൊട്ടടുത്ത വർക്ക്ഷോപ്പ് ഉടമ ശരത്തിനെ വിളിച്ച് കാണിക്കുകയായിരുന്നു. അപ്പോൾ കുറ്റിക്കാട്ടിലേക്ക് മറയുകയായിരുന്നു എന്നാണ് ദാമോദരൻ പറയുന്നത്. എന്നെ കണ്ടതുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു. അവിടുന്ന് ഞാൻ ശരത്തിനെ വിളിക്കുമ്പോൾ അങ്ങോട്ട് കടന്ന് ഓടിയായി. ഇങ്ങ് മേലെ നിങ്ങൾ ഈ ടവറിൻ്റെ ഭാഗത്ത് നിന്ന് റൂട്ടുമ്പിൽ എന്നെ ഇറങ്ങി വരുന്ന കണ്ടത്. അപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് അത് പെട്ടെന്ന് അവിടെ ഇങ്ങനെ ചടം ബ്രേക്കായിട്ട് നിന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഈ വര നേക്കെ കൂടി ഇങ്ങനെ വരയായിട്ടുണ്ട് കാണുന്നുണ്ട്. വലിയൊരു പാരിച്ച രോമൊന്നുമില്ല. സമീപത്തുള്ളവരെ വിവരമറിയിക്കുകയും കാൽപ്പാടുകൾ പേപ്പറിട്ട് മൂടിവെക്കുകയും ചെയ്തു. ഉടനെ ഫോറസ്റ്റ് അധികൃതരെയും വിവരമറിയിച്ചു. സംഭവം അറിഞ്ഞ് നഗരസഭാ ചെയർപേഴ്സൺ KB ലളിതയും വൈസ് ചെയർമാൻ KK ഗംഗാധരനും സംഘവും സ്ഥലത്തെത്തി.
2 മണിക്കൂറിന് ശേഷം തളിപ്പറമ്പിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കാൽപ്പാടുകൾ പരിശോധിച്ച് ഇവയെ ആദ്യം കണ്ട പ്രദേശത്തുകാരുമായി അടയാളങ്ങൾ ചോദിച്ചറിഞ്ഞു. പരിശോധനകൾക്ക് ശേഷം പുലിയല്ലെന്നും കാട്ടുപൂച്ചയാണ് ഇവിടെ കണ്ടതെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. മാർജാരവർഗത്തിൽപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ്. ഇതുവരെ അത് ആരെ ഉപദ്രവിച്ചതായിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരു അറിവില്ല. ജനങ്ങളെ ഉപദ്രവിച്ചതായിട്ടുള്ള ചെറിയ മൃഗങ്ങളെയും ചെറിയ തരത്തിലുള്ള ജീവികളെയും മാത്രമേ ഭക്ഷിക്കുന്ന ഒരു ജീവിയാണിത്. ഇതുപോലെയുള്ള കുറ്റിക്കാടുകൾ നിറഞ്ഞ ഭാഗത്ത്, കാട്ടിൽ മാത്രമല്ല കുറ്റിക്കാടുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിലും ജീവിക്കുന്ന ഒരു ജീവിയാണ്. കഴിഞ്ഞ ദിവസം കാനായി നോർത്തിൽ ഇത്തരം ജീവിയെ കണ്ടതായും ഇവർ പറയുന്നു. പുലിയെ കണ്ടതായുള്ള വാർത്ത പ്രചരിച്ചതോടെ വലിയ ജനക്കൂട്ടമാണ് സ്ഥലത്തെത്തിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ പി രവീന്ദ്രൻ, കെ ആനന്ദ്, ടി കെ സുഭാഷ് എന്നിവരാണ് സ്ഥലത്തെത്തിയത്. സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുവാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് അടുത്തറിയാനും സഹായകമായി സ്കൂൾ തിരഞ്ഞെടുപ്പ്. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുവാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് നേരറിവ് ലഭിക്കുവാനും ഉള്ള പ്രായോഗിക അനുഭവമായി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറി. കള്ളവോട്ട് ചെയ്യാനെത്തിയ ആളുകളെ കുട്ടിപ്പോലീസ് എത്തി പിടികൂടുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് സുതാര്യമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സ്കൂൾ തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ മേഖലയിൽ SFIക്ക് ആധിപത്യം. തിരഞ്ഞെടുപ്പ് വിജയികളെയും അണിനിരത്തി പയ്യന്നൂർ ടൗണിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. തായ്നരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 29 സീറ്റുകളിൽ SFI ആധിപത്യമുറപ്പിച്ചു. MSF KSU സഖ്യം 12 സീറ്റ് നേടി. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ SFI 24 സീറ്റുകൾ നേടിയപ്പോൾ KSU 1 സീറ്റിൽ ഒതുങ്ങി. ഇവിടെ 2 ക്ലാസുകളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കരിവള്ളൂർ, കോറോം, കണ്ടങ്ങാളി, രാമന്തളി, പയ്യന്നൂർ ഗേൾസ് എന്നിവിടങ്ങളിലും SFI വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയികളെയും കൊണ്ട് SFI പ്രവർത്തകർ പയ്യന്നൂർ ടൗണിൽ പ്രകടനവും നടത്തി. പുനഃസംഘടിപ്പിക്കപ്പെട്ട തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രഥമ യോഗം തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ വർഗീയ ശക്തികൾ നടത്തുന്ന ഫാസിസ്റ്റ് ഭരണത്തിനും കേരളത്തിലെ ഇടതുപക്ഷ ഫാസിസത്തിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ജാഗരൂകരായിരിക്കണമെന്ന് UDF വീണ്ടും അധികാരത്തിലെത്തുമെന്നും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ചിന്താഗതിയും നിലപാടുകളും അവർ തുടരാൻ പ്രേരിതരായിരിക്കുന്നു, നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതിന്റെ ചൂണ്ടുപലകയാണ് ബീഹാറിൽ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യം എന്നും നാം കാണണം. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ഫൈസൽ, ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, ഗീതാകൃഷ്ണൻ, ടോമി പ്ലാച്ചേരി, KP പ്രകാശൻ എന്നിവർ സംസാരിച്ചു. C ദാമോദരൻ സ്വാഗതവും T ധനഞ്ജയൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണമേളയ്ക്ക് തുടക്കമായി. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ KP നൂർദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമാണ് ആ നൂലുനൂൽപ്പിലൂടെ, അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തിലൂടെ, സത്യാഗ്രഹ സമരത്തിലൂടെ, ഉപ്പുകുറുക്കിയുള്ള പദ്ധതിയിലൂടെ രാജ്യത്തിന്റെ മഹത്തായ സ്വാതന്ത്ര്യം നേടി. ആദ്യ വിൽപ്പന ഭാസ്കരൻ, ബാലചന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി. മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാന പദ്ധതിയുടെ ജില്ലാതല നറുക്കെടുപ്പ് വാർഡ് കൗൺസിലർ KK കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CK അനിൽകുമാർ, KV ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം സെക്രട്ടറി A ബാലൻ സ്വാഗതവും ട്രഷറർ C കുഞ്ഞപ്പൻ നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ പ്രസിദ്ധമായ തുണിത്തരങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. തുണിത്തരങ്ങൾക്കൊപ്പം കരകൗശല വസ്തുക്കളും മേളയിൽ നിന്ന് 30% ഗവൺമെൻറ് റിബേറ്റോടുകൂടി ലഭിക്കുന്നതാണ്. ഒപ്പം 25 പവൻ സ്വർണ്ണമടക്കമുള്ള ബമ്പർ സമ്മാന പദ്ധതിയും മേള ആകർഷകമാക്കാൻ നടപ്പാക്കിയിട്ടുണ്ട്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ കീഴിൽ 25 ഖാദി മേളകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി ആരംഭിച്ചിട്ടുണ്ട്. മൊത്തം 6 കോടി രൂപയുടെ വിൽപ്പനയാണ് ഈ ഓണക്കാലത്ത് സംഘം ലക്ഷ്യമിടുന്നത്. നീലേശ്വരം ബ്ലോക്ക് ക്ഷീരസംഗമം ഓലാട്ട് നടന്നു. സംഗമം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു.
വികസന വകുപ്പ് ലഭ്യമാക്കുന്ന സഹായങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് ജലവകുപ്പിന്റെയും നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ഷീരസംഗമം നടന്നത്. ചടങ്ങിൽ ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരകർഷകനെയും ക്ഷീരകർഷകയെയും ആദരിച്ചു. ബ്ലോക്കിലെ ഏറ്റവും പ്രായം ചെന്ന ക്ഷീരകർഷകൻ എം കുഞ്ഞമ്പുവിനെയും ആദരിച്ചു. വി കാഞ്ചന, കെ വി ഗംഗാധര വാര്യർ, കെ പി നാരായണൻ, പി കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കന്നുകാലി പ്രദർശനവും നടന്നു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കാഹളമോദി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിലേക്ക് തിരിക്കുകയായി. KPCCയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് പ്രവർത്തകർ തൃക്കരിപ്പൂർ തങ്കയംവാടിൽ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമിട്ടു. കേരളത്തിലെ ഭരണനേട്ടവും കേന്ദ്രത്തിലെ ഭരണവൈകല്യവുമടങ്ങുന്ന KPCC അടിച്ചിറക്കിയ ലഘുലേഖയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭ്യർത്ഥനയുമായി തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ വാർഡുതല ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി രവി, നേതാക്കളായ KV വിജയൻ, M മാലതി, UK ഹരീശൻ, ജയരാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, മുകുന്ദൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ്, ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാർഡുതലത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തി. KPCCയുടെ മതേതര കേരളം, അക്രമരഹിത കേരളം, ലഹരിമുക്ത കേരളം, വികസിത കേരളം എന്ന സന്ദേശമടങ്ങുന്ന ലഘുലേഖയും വിതരണം ചെയ്തു. ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായ ഏറ്റുകുടുക്കിയിലെ നളിനി P ചികിത്സാ സഹായം തേടുന്നു. നിർധന കുടുംബാംഗമായ നളിനി ചികിത്സയ്ക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഏറ്റുകുടുക്കിയിലെ പുതുക്കൈ വീട്ടിൽ നളിനി ക്യാൻസർ രോഗത്തിന്റെ പിടിയിലമർന്നിട്ട് നാളുകളേറെയായി. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി സർക്കാരിന്റെ ധനസഹായത്താലും ഇത്രയും നാളും ചികിത്സിച്ചു. ഇപ്പോൾ ചികിത്സിക്കാൻ വഴിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. രോഗം വന്നയുടനെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. സ്കൂളിൽ പഠിക്കുന്ന മകനെയും കൊണ്ട് ജീവിക്കാൻ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് നളിനി. രോഗബാധിതനായ നളിനി കിടപ്പിലായിട്ട് നാളുകളേറെയായി. ഇവരുടെ കഥയറിഞ്ഞ് മാത്തൽ ഫാദർ സൂക്കോൾ പബ്ലിക് സ്കൂൾ PTA കമ്മിറ്റി ശേഖരിച്ച തുക PTA പ്രസിഡന്റ് V ജയകൃഷ്ണൻ കൈമാറി. പ്രിൻസിപ്പൽ TK പ്രകാശ്, ടീച്ചർമാർ, വിദ്യാർത്ഥികൾ, PTA കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ സൊസൈറ്റി ഫോർ കോൺട്രാക്ടേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. KK ഗംഗാധരൻ, ശശി വെട്ടക്കോവൽ, TV കൃഷ്ണൻ, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ടാൽ, ഇതുപോലത്തെ മരണം സംഭവിച്ചാൽ അവർക്ക് 5 ലക്ഷം രൂപ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സമാഹരണത്തിൻ്റെ ഭാഗമായി സാമ്പത്തിക സഹായം ആ കുടുംബത്തിന് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ നിലയിൽ ഏറ്റവും ജീവകാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് നടത്തുന്നതിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള കോൺട്രാക്ടർമാരുടെ മുഴുവൻ പ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. കണ്ണിവയൽ ഗവൺമെന്റ് TTIയിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ TTI കലോത്സവത്തിന്റെ സംഘാടക സമിതി ചേർന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KD അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാം, ഡോക്ടർ രാധാകൃഷ്ണന്റെ ദിനമായ സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് അധ്യാപക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം ഈ പറയുന്ന 4-5 തീയതികളിൽ സെപ്റ്റംബർ 5-ന് ആരംഭിക്കുന്ന കാസർഗോഡ് ജില്ലാ TTI കലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം കണിവേൽ TTI ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹരീഷ് P നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മിനി ചെറിയാൻ, മേരിക്കുട്ടി ജെയിംസ്, AV സന്തോഷ്, M ഉമ്മർ, അഗസ്റ്റിൻ ജോസഫ്, ജലാൽ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ജലപരിശോധന നടത്തി. പ്രിൻസിപ്പൽ K സുരേന്ദ്രൻ, സംസ്ഥാന മലിനീകരണ ബോർഡ് അംഗം ശരത് രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭൂമിത്ര സേനയുടെയും ഇക്കോ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പഞ്ചായത്തിലെ കുടിവെള്ള സ്രോതസ്സുകളും ജലാശയങ്ങളും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സഹകരണത്തോടെ പരിശോധിച്ചത്. ജലത്തിലെ ബാക്ടീരിയ, ഫ്ലൂറൈഡ്, ഇരുമ്പ് എന്നിവയുടെ അംശമാണ് പരിശോധിച്ചത്. PV പ്രഭാകരൻ മാസ്റ്റർ, ഷൈജു KV, M സിദ്ധാർത്ഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാളികൾക്ക് സുപരിചിതമായ ഔഷധച്ചെടിയാണ് ബ്രഹ്മി. വളരെ ചെറിയ ഇലയോടുകൂടിയതും നിലത്ത് പടർന്നുകിടക്കുന്നതുമായ ഒന്നാണ് ബ്രഹ്മി. ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് ബ്രഹ്മി.
ചവർപ്പും കയ്പും മധുരവുമാണ് രസം. സ്ക്രോഫുലാരിയേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ബക്കോപ്പ മൊണീരി എന്നാണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് അസാമാന്യ കഴിവുള്ള ഒന്നാണ് ബ്രഹ്മി. ഗ്രഹണശക്തി വർദ്ധിപ്പിക്കുവാനും സ്വരം നന്നാകുവാനും അപസ്മാരം മാറാനും കൂടുതലായും ഉപയോഗിക്കുന്നത് ബ്രഹ്മിയാണ്. കിണറിനടുത്തും ഈർപ്പമുള്ള സ്ഥലങ്ങളിലും വളരുന്നു. കുഷ്ഠം, പ്രമേഹം, കാസ, വിഷം, നീര്, പനി എന്നിവയെ ശമിപ്പിക്കുന്നു. ആയില്യം നാളിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ മാത്രമേ ബ്രഹ്മി പറിച്ചെടുക്കുവാൻ പാടുള്ളൂവെന്ന് പറയപ്പെടുന്നു. നാഡികളെ ഇത് ഉത്തേജിപ്പിക്കുന്നു. ഹൃദയഭിത്തികളിൽ നേരിട്ട് പ്രവർത്തിച്ച് അതിന്റെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കുന്നു. ദിവസേന 1-2 ബ്രഹ്മിയില പിഴിഞ്ഞ നീര് വിക്കിന് ഗുണപ്രദമാണ്. ചരകനും ശുശ്രുതനും വാഗ്ഭടനുമെല്ലാം ബ്രഹ്മിക്കുള്ള അത്ഭുതാവഹമായ ബലത്തെക്കുറിച്ച് ഏകാഭിപ്രായക്കാരാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂൻ രണ്ടാമൻ രചിച്ച കേരളത്തിലെ ആദ്യത്തെ ചരിത്രഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ രണ്ടാം പതിപ്പിന്റെ പ്രകാശനവും സെമിനാറും വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ സാംസ്കാരിക വിഭാഗമായ ഡൽഹിയിലെ നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് ആണ് അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 1-ാം പതിപ്പിന്റെ പ്രകാശനം രാമന്തളിയിൽ നടന്നിരുന്നു. ഇന്ത്യയിലെ വൈദേശിക അധിനിവേശത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടമാണ് പുസ്തകത്തിന്റെ പ്രധാന പ്രതിപാദ്യം. അബുദാബി തുഹഫത്തുൽ മുജാഹിദ്ദീൻ പ്രോപ്പറേഷൻ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രകാശന ചടങ്ങ് സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രകാശനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സെമിനാറിൽ ഡോക്ടർ ടി പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തും. VKP അബ്ദുള്ള, ജലീൽ രാമന്തളി, KK അസൈനാർ, AG ബഷീർ കക്കുളത്ത്, അബ്ദുൽ ഖാദർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ കോളേജ് അലുമിനി UAE ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിന്റെ സ്ഥാപക സാരഥികളെ അനുസ്മരിക്കുന്നതിനായുള്ള സൗഹൃദ കൂട്ടായ്മ പ്രണാമം ആഗസ്റ്റ് 16 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കോളേജ് ഓഡിറ്റോറിയത്തിൽ TV രാജേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന യോഗത്തിന് മുന്നോടിയായി കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തൈകൾ നടൽ, കോളേജ് സ്ഥാപക സാരഥികളെ അനുസ്മരിക്കൽ എന്നിവയും നടക്കും. തുടർന്ന് ഉത്തര മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. പ്രൊഫസർ K രാജഗോപാലന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ, MG യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ, റിട്ടയർഡ് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VV കുഞ്ഞികൃഷ്ണൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത്, മീഡിയ അഡ്വൈസർ അത്തായി പ്രഭാകരൻ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി TV ശശിധരൻ, O രാജഗോപാൽ, മനോഹരൻ കാമ്പ്രത്ത്, KTP രമേശൻ, ശ്രീനാഥ് PU, രാജീവൻ, രശ്മി രഞ്ജിത്ത് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ടൈൽസ്, സാനിറ്ററി, ഇലക്ട്രിക്കൽ, പെയിന്റ് തുടങ്ങിയവയുടെ ഷോറൂം വൈറ്റ് ഹൌസ് ചെറുവത്തൂരിൽ ഓഗസ്റ്റ് 15 പ്രവർത്തനം ആരംഭിക്കും. സിനിമാ താരം അനുപമ പരമേശ്വരൻ ഷോറൂം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയോരത്ത് വാഹന പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 3 നിലകളിലായാണ് വൈറ്റ് ഹൌസ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ കമ്പനികളുടെ ടൈൽസ്, സാനിറ്ററി, ഇലക്ട്രിക്കൽ, പെയിന്റ് തുടങ്ങിയ എല്ലാ ഐറ്റങ്ങളും വൈറ്റ് ഹൌസിൽ ലഭ്യമാകും. വൈറ്റ് ഹൌസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഐറ്റങ്ങൾക്കും ഹോം ഡെലിവറി സംവിധാനം ലഭ്യമാണ്. ഷോറൂം സന്ദർശിക്കുന്ന എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ ദിവസേന ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും. സിനിമാ താരം അനുപമ പരമേശ്വരൻ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വൈറ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്യും. P കരുണാകരൻ MP മുഖ്യാതിഥിയായിരിക്കും. വൈറ്റ് ഹൌസ് ചെയർമാൻ M പുരുഷോത്തമൻ അധ്യക്ഷത വഹിക്കും. അംബേദ്കർ പുരസ്കാര ജേതാവ് ഡോക്ടർ TK മുഹമ്മദ് അലിയെ ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA അനുമോദിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ആദ്യ വിൽപ്പന നടത്തുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വൈറ്റ് ഹൌസ് മാനേജിംഗ് ഡയറക്ടർ മനുപ്രഭ, ചെയർമാൻ M പുരുഷോത്തമൻ, മാനേജർ P ഗിരീഷ് കുമാർ, KV സജീവ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഓഗസ്റ്റ് 21 അതാത് സ്കൂളുകളിൽ പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 18 മുൻപായി ചേംബർ ഓഫീസിൽ വിവരമറിയിക്കുക. മാറ്റലി ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില നിയന്ത്രിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ശക്തമായ പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ. പ്രതികരണങ്ങളിലേക്ക്.
തീർച്ചയായിട്ടും വില കുറക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൻ്റെ സാധ്യതകളൊന്നും കാണുന്നില്ല. ഈ ഭരണം കഴിഞ്ഞ 4 വർഷത്തിലധികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ വലിയ സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തന്നെയാണ്. അത് ഓരോ രംഗങ്ങളിലും പരിശോധിച്ച് നോക്കിയാൽ, വിശകലനം ചെയ്താൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മേനി പറച്ചിലല്ലാതെ ഇത് വില നല്ല രീതിയിൽ കാര്യമായ രീതിയിൽ കുറക്കാൻ കഴിയും എന്ന് പറച്ചിലല്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല ഈ ഭരണകാലം. ഈ സർക്കാരിനെ കൊണ്ടാവില്ല. ഈ സർക്കാരിൻ്റെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിവിൽ സപ്ലൈസ് അതെല്ലാം ഒരു അടച്ചു പൂട്ടാൻ പോകുന്ന ഓണക്കാലമാണ്. അതെല്ലാം ഒരു ജനങ്ങളൊന്നുമില്ല. വിലയാണെങ്കിൽ പൊതു മാർക്കറ്റിനേക്കാളും വിലയാണ്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ അടുത്തുനിന്ന് യാതൊരു ഗുണവും പ്രതീക്ഷിക്കാൻ ഇല്ല. ഉണ്ടാവില്ല. അതായത് പല ടേസ്റ്റുകളിലുള്ളത്, അതായത് നല്ല രുചി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനകണക്കായി പൈസ ചിലവിടേണ്ടി വരും, കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അല്ലാതെ എല്ലാം ഒരേ തരത്തിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആക്കില്ല ഭക്ഷണം. പറഞ്ഞാൽ ഈ കോഴിയുടെ വില കൂടുമ്പോൾ ഭക്ഷണത്തിന് വില, ഇറച്ചിക്ക് വില കൂട്ടും, അവർ കറിക്ക്. പക്ഷെ കുറയുമ്പോൾ അത് കുറക്കുന്നില്ല. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റികൾ നല്ല ശുചിത്വ ഹോട്ടലിനൊരു സമ്മാനം കൊടുക്കുന്നു. ഈ രോഗങ്ങൾ വരുന്നതിനെതിരെ ആ ശുചീകരണം നടത്തുവാനും, പിന്നെ എന്താ വെച്ചാൽ ഈ ഹോട്ടലുകൾക്ക് ന്യായവിലക്ക് സാധനങ്ങൾ കൊടുക്കാനും, അങ്ങനെ ജനങ്ങളെ രക്ഷിക്കാനുള്ളൊരു പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റികളും എല്ലാം നീങ്ങണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതു മാർക്കറ്റിലെ വില നിയന്ത്രിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുക. പൊതു മാർക്കറ്റിൽ നിന്നും കൂടിയ വിലക്ക് സാധനങ്ങൾ വാങ്ങുക, കൂടിയ ഉൽപ്പാദന ചെലവ് നൽകുക, അതിനുശേഷം അത് കുറഞ്ഞ വിലക്ക് വിൽക്കുക എന്ന് പറഞ്ഞത് പ്രായോഗികമല്ലാത്തൊരു നിർദ്ദേശമായിട്ട് ഞാൻ കണക്കാക്കാൻ പറ്റും. ഹോട്ടലുകാർക്ക് സർക്കാർ സബ്സിഡൈസ് റൈസ് സാധനങ്ങളൊന്നും തരുന്നില്ല. ഞങ്ങളെപ്പോഴും പൊതു മാർക്കറ്റിനെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. ദിനം പ്രതി എന്നോണം പൊതു മാർക്കറ്റിലെ വില വർദ്ധിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഉള്ളിക്ക് വില വർദ്ധിക്കുന്നു. 2 ഇരട്ടിയും 3 ഇരട്ടിയുമാണ് ഓരോ സാധനങ്ങൾക്കും വില വർദ്ധിക്കുന്നത്. എല്ലാം ഇപ്പോൾ ഭക്ഷണത്തിന് കണ്ടമാനം വിലയെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സമീപ പ്രദേശമായ പയ്യന്നൂരിൽ തന്നെ ഒരു മീൻ പൊരിച്ച് അടക്കം ഒരു സാധാരണ ഒരു വ്യക്തി ഒരു സദ്യ ഒരു ചോറ് കഴിച്ചാൽ സാധാരണ 80, 100 ഇങ്ങനെ അതിനൊരു തീരെ ഒരു നിയന്ത്രണമില്ലാണ്ട് വിലയെടുക്കുന്നതാണ്. ഇപ്പോൾ ചോറിൻ്റെ ശേഷം ബില്ല് മുറിക്കുമ്പോഴത്തേക്ക് കണ്ടമാനം 100 രൂപ, ഈ 90 രൂപ, 80 രൂപ ഇങ്ങനെ പറയും. ഒരു മത്തി പൊരിച്ചതോ ഒരു അയില പൊരിച്ചതോ മേടിച്ച് കഴിഞ്ഞാൽ അവർ പറയും മത്തിക്കും ഇത്ര വില, അയിലക്ക് ഇത്ര വില. ജനങ്ങളെ ഇങ്ങനെ കണ്ടമാനം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഹോട്ടൽ വ്യാപാരമാണ് നമ്മൾ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇപ്പം കാണുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വായനയുടെ വസന്തമൊരുക്കി ഡിസംബർ ബുക്സ് പുസ്തകോത്സവം. അക്ഷരങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങിയ ഒരു തലമുറയെ വായനയിലേക്ക് തിരിച്ചെത്തിച്ച എഴുത്തുകാരുടെ പ്രതിനിധിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KR മീര. പുലിപ്പേടിയിൽ കഴിഞ്ഞ കാനായി നിവാസികൾക്ക് ആശ്വാസം. കണ്ടത് കാട്ടുപൂച്ചയെന്ന് ഫോറസ്റ്റ് അധികൃതരുടെ സ്ഥിരീകരണം. സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണമേളയ്ക്ക് തുടക്കമായി. നീലേശ്വരം ബ്ലോക്ക് ക്ഷീരസംഗമം ഓലാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.